ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ റെഡിയാക്കി എടുക്കുന്ന വറുത്തരച്ച താറാവ് കറിയാണ്. ആവശ്യത്തിന് വിനെഗർ ഉപ്പൊക്കെ ചേർത്ത് നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ടുള്ള താറാവാണ് ഇത്. ഇതിപ്പോൾ 1 കിലോ ഉണ്ട്. നമ്മൾ മീഡിയം സൈസുള്ള കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ കുക്കറിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. ഇതിലേക്ക് നമ്മളിപ്പോൾ മീഡിയം സൈസുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. 6 ഇതിൽ വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, 3-4 പച്ചമുളക്, പിന്നെ മീഡിയം സൈസുള്ള ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ ഈ താറാവിൻ്റെ മീറ്റ് കുറച്ചൊന്ന് ടൈറ്റാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് വരാൻ വേണ്ടി ഒരു ചെറിയ നാരങ്ങയുടെ നീരും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് സെറ്റ് ആവാനായിട്ട് മാറ്റി വെക്കണേ. ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് മീഡിയം തീയിൽ വെച്ച് 4 വിസിൽ വരുന്നവരെയാണ് ഞാനിതിപ്പോൾ വേവിച്ചിട്ടുള്ളത്. താറാവ് കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ചൂടായ വെളിച്ചെണ്ണയിൽ 1 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, 3-4 ചുവന്നുള്ളി, 2 ഇതിൽ വെളുത്തുള്ളി, ഇത്രയും കൂടി ചേർത്തിട്ട് ചെറിയ തീയിൽ വെച്ച് നല്ല ഗോൾഡൻ കളർ ആവുന്നവർ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. തീ കൂട്ടിയിടരുത്, ഇത് കരിഞ്ഞു പോകും. കരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ടേസ്റ്റ് കറിക്ക് കിട്ടില്ല കേട്ടോ. തേങ്ങ ഇപ്പോൾ ആവശ്യത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ഇത്രയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം ചെറിയ തീയിൽ വെച്ചിട്ട് പച്ചമണം മാറുന്ന വരെ വഴറ്റിയെടുക്കണേ. കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചൂടാറുന്നത് വരെ നമുക്കിതൊന്ന് സ്റ്റൗവിൽ നിന്ന് ഇറക്കി മാറ്റി വെക്കണം. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല മഷി പോലെ അരച്ചെടുക്കണേ. നമുക്ക് കറി റെഡിയാക്കാനായിട്ട് നോക്കാം. ഇപ്പോൾ അത് വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 ഇതിൽ വെളുത്തുള്ളി, പിന്നെ ഒരു പിടുത്തം ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു മീഡിയം സൈസുള്ള സവാള, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. ഇതിന് ബ്രൗൺ കളർ ആവുമൊന്നും വേണ്ട, നന്നായിട്ടൊന്ന് വാടി വന്നാൽ മതി. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഇപ്പോൾ നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇതിന് നന്നായിട്ടൊന്ന് വെന്ത് കുഴഞ്ഞു വരണം. അതിനായിട്ടൊരു മൂടി കൊണ്ട് അടച്ചിട്ട് ഒരു 2 മിനിറ്റ് നമുക്ക് ചെറിയ തീയിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലോണം വെന്ത് കുഴഞ്ഞു വന്നിട്ടുണ്ട്. പിന്നെ ഉടയാത്തതുണ്ടെങ്കിൽ നമുക്ക് തവി കൊണ്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. പിന്നെ നേരത്തെ തന്നെ നമ്മൾ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ള വറുത്തരച്ച കൂട്ട് ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം, കുറവുണ്ടെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് വരട്ടെ. ഇനി നേരത്തെ തന്നെ വേവിച്ച് വെച്ചിട്ടുള്ള താറാവും കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ കറീനെ ഒരു 10 മിനിറ്റെങ്കിലും ഇങ്ങനെ ചെറിയ തീയിലിരുന്ന് നല്ലോണം തിളച്ച് ഇതിൻ്റെ ഈ ഗ്രേവിയൊക്കെ നല്ലോണം ഒന്ന് കുറുകി വറ്റി വരണം കേട്ടോ. കറി ഇപ്പോൾ നല്ലോണം തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ഇപ്പോൾ തൂളി കൊടുക്കുന്നുണ്ട്. ഇനി 2 മണിക്കൂറെങ്കിലും മിനിമം ഇതൊന്ന് അടച്ചു വെക്കണം. അപ്പോഴാണ് നല്ല കിട്ടിലും ടേസ്റ്റ് ആവുന്നത്. അപ്പോൾ റെഡിയാക്കി എടുക്കാൻ വളരെ എളുപ്പമാണ്. ഇതിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. താങ്ക്